ഹലോ ഗായ്സ്, ഇന്ന് ഞാനുണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല വാട്ടുകപ്പ അല്ലെങ്കിൽ ഉണക്കക്കപ്പ എന്നൊക്കെ പറയൂ കേട്ടോ. ഇത് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ്. ചില സമയങ്ങളിൽ ഇത് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുന്നതും ഉണ്ട്. എന്താണേലും നമ്മൾ തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് അതൊന്ന് കുതിർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കതിനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാനത് 3-4 വട്ടം കഴുകിയിട്ട് അതിൻ്റെ അകത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അത് കുതിർന്ന് വരും. പിന്നെ അത് കുക്കറിൽ നമ്മളൊരു 3-4 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ, മഴക്കാലത്തെ ഒരു സ്ഥിരം വിഭവമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. എന്താണെന്നല്ലേ, ആ സമയത്ത് വീട്ടിലുള്ളവർക്ക് പണിയൊന്നും കാണത്തില്ല. ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇത്. അന്നൊക്കെ നമ്മളിത് വേവിക്കുകയും ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പച്ചത്തേങ്ങ വേവിച്ച് കഴിഞ്ഞിട്ട് പച്ചത്തേങ്ങ ഉപ്പും കൂടെ ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ നല്ല ബീഫോ ചിക്കനോ പോർക്കോ ഒക്കെ ആണെങ്കിലും സൂപ്പറായിരിക്കും. അന്ന് പിന്നെ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മളന്ന് വാട്ടുകപ്പയും നല്ല ഉണക്കമീൻ കറിയും. ഇന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 പല്ലിക്കോരയാണ് കേട്ടോ. ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഉണങ്ങിയ മീൻ കിട്ടി, നല്ല ഫ്രഷ് ആയിരുന്നത്. അതുകൊണ്ട് അത് വാങ്ങിച്ചു വെച്ചു. അതേമാതിരി ഇത് കണ്ടോ, നങ്കെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഉണങ്ങിയതാണ്. ഞാനത് ഇടയ്ക്ക് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കും കേട്ടോ, ഇതേപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം എടുക്കാൻ വേണ്ടി. ആദ്യം തന്നെ ഞാനത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു. അരപ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ 2 ഉലുവ, പിന്നെ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. കുടംപുളി ഇട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ച് ഇതിൻ്റെ അകത്ത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് കറിയാക്കുന്നത്. എൻ്റെ ചില ഫ്രണ്ട്സ് പറയാറുണ്ട്, കുട്ടികളും ഹസ്ബൻഡും അത് കഴിക്കില്ല, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ മടിയാ മീര എന്ന്. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ അവർ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, നമുക്ക് കഴിക്കുന്നതിന് അവർ പറയുന്നില്ലല്ലോ. അപ്പം നമ്മളത് ഉണ്ടാക്കി കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ആരോഗ്യമുള്ള സമയത്തല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും മേലാഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആരോഗ്യമുള്ള സമയത്ത് എല്ലാം ഉണ്ടാക്കി കഴിക്കുക. പിന്നെ അത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു നഷ്ടബോധം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഞാൻ തന്നെ കണ്ടില്ലേ ഗൈസ്, എൻ്റെ വീട്ടിൽ 2 പേര് ഈ സാധനം കഴിക്കത്തുമില്ല. എന്തിന്, എൻ്റെ ഹസ്ബൻഡ് ഈ സാധനം കണ്ടിട്ട് പോലും ഇല്ലേ വാട്ടുകപ്പയൊന്നും. എന്നിട്ട് ഞാൻ ഈ സാധനം വാങ്ങിച്ച് ഉണ്ടാക്കുന്നില്ലേ. എൻ്റെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന, എനിക്കും വേണമെങ്കിൽ സ്നാക്സ് പുറത്തുനിന്ന് കഴിക്കാമല്ലോ. പക്ഷേ എനിക്കത് സ്നാക്സ് കഴിക്കുമ്പോൾ സന്തോഷം കിട്ടത്തില്ല. എനിക്ക് ഈ സാധനങ്ങളൊക്കെ വല്ലപ്പോഴും, എല്ലാ ദിവസവും അല്ല കേട്ടോ, വല്ലപ്പോഴും കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ ചെയ്യുന്നതിൽ വരുന്നതാണ് കേട്ടോ ഈ കാര്യം. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ച് ചട്ടിക്കകത്തോട്ട് മീനിൻ്റെ മേളിലോട്ട് ഒഴിച്ചു, പുളിയിട്ടു. ഇനി ഇതിനകത്ത് ഉപ്പും ഇട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ തൂവി നമ്മൾ അടുപ്പേ കയറ്റു കേട്ടോ. ഇപ്പം നമ്മുടെ മീൻകറിക്ക് നല്ല തിള വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർക്കുന്നുണ്ട്. കാരണം മീൻകറിക്ക് അത്രയും കൊഴുപ്പുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് തേങ്ങയല്ലേ അരച്ചുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരും കഴിക്കാനില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഇത്തിരി തേങ്ങ കുറച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഇത്തിരിയോടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു തക്കാളിക്കയും കൂടെ ചേർത്തതാണ് കേട്ടോ. നമ്മുടെ കറി നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണയും കൂടെ, 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആ ഫൈനൽ സ്റ്റേജിൽ ചേർത്ത്, ചില ആൾക്കാർ അതിൻ്റെ അകത്ത് കടുവൊക്കെ പൊട്ടിക്കും, ഞാൻ അതിൻ്റെ അകത്ത് കടുവ് പൊട്ടിക്കാൻ നിന്നില്ല, ലേശം വെളിച്ചെണ്ണ തൂവിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്മുടെ വാട്ടുകപ്പ എടുത്തു. അതവിടെ കുതിർന്നെല്ലാം സെറ്റായിരിക്കുകയാണല്ലോ. ഓൾറെഡി നമ്മൾ കഴുകിയതായതുകൊണ്ട് ഇനി അതിൻ്റെ അകത്ത് കഴുകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുക്കർ എടുത്തു, അതിൻ്റെ അകത്തോട്ട് ഈ വാട്ടുകപ്പ എല്ലാം കൂടെ വാരിയിട്ടു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ലേശം ഉപ്പും പിന്നെ നെകക്ക വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പിൽ വെച്ചു. ഒരു 5 വിസിലോളം അടിച്ചു കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വേവണമല്ലോ. കാരണം നമ്മൾ ഇത്രയും നേരം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണല്ലോ. ഇതിപ്പോൾ ഒരു ദിവസം ഫുൾ കുതിർക്കുന്നതും ഈ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടിട്ട് ഞാനൊരു 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കപ്പയും മീൻകറിയും കഴിക്കുമ്പോൾ വെജിറ്റേറിയൻസ് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. അവർക്ക് ഇതിൻ്റെ കൂടെ നല്ല തൈരോ നല്ല മാങ്ങാച്ചാറോ ഒക്കെ ആണെങ്കിലും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമ്മൾ കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ, പിന്നെ നാടൻ ഉണ്ടമുളകില്ലേ അത്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ലേശം കാശ്മീരി ചില്ലി. അത് ഈ വാട്ടുകപ്പ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാശ്മീരി ചില്ലി ഞാൻ ലേശം ചേർക്കുന്നത്. പച്ചക്കപ്പയാണെങ്കിൽ നമ്മളത് ചേർക്കത്തില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കടുക് പൊട്ടിക്കാനുള്ള ഉള്ളിയും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ വെന്ത് അതിൻ്റെ അകത്ത് വെള്ളം നമ്മൾ കുറച്ച് ഊറ്റി കളഞ്ഞേച്ച് അതിൻ്റെ നടുക്ക് നമ്മളൊരു ഓട്ടയിടും. ഓട്ടയിട്ടിട്ട് ആ ഓട്ടയുടെ നടുക്കോട്ട് നമ്മുടെ ഈ അരപ്പില്ലേ, ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളതിൻ്റെ അകത്തോട്ട് ഇട്ട് അതൊന്ന് നമ്മുടെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കടുക് താളിക്കും. നമ്മൾ നോർമൽ കടുക് താളിക്കുന്ന പോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് കടുക് താളിക്കാൻ തോന്നിയത് കൊണ്ട് ഞാനത് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ അകത്തോട്ട് ലേശം പാൻ വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ച് ചെറിയ ഉള്ളിയും ചുമന്ന മുളകും മറ്റേ കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട്
നമ്മുടെ കപ്പയുടെ മുകളിലേക്ക് ഇട്ട് അത് നന്നായിട്ട് ഇളക്കണം. ആ സമയത്തൊരു മണം വരും. ഓഹ് സൂപ്പറാണ് കേട്ടോ. ഒന്നാമത് ഈ വാട്ടുകപ്പയ്ക്കകത്ത് അത് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഉടച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ചായ ഇട്ടു. ഇതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഒക്കെ സൂപ്പറാണ്. എനിക്ക് പിന്നെ പാൽ ചായ ഇഷ്ടമായതുകൊണ്ടിട്ട് ഞാൻ പാൽ ചായ അങ്ങോട്ട് ഇട്ടു. കാരണം ബാക്കിയുള്ളവർക്കും കുടിക്കണമല്ലോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഞാൻ നന്നായിട്ടത് ഉടച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിലായി കപ്പ. ഇതേ കണ്ടില്ലേ, ആ ഇരുന്ന കപ്പ അത് ഈ പരുവത്തിലായി. ഇപ്പം കപ്പ, ദേ മീൻകറി, പിന്നെ ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ അവർക്ക് കഴിക്കാൻ വേണ്ടി സ്നാക്സ് വാങ്ങിച്ചത്. നോക്ക് അവർ എന്തൊക്കെയാണ് വാങ്ങിച്ചത് കണ്ടില്ലേ. ബ്രെഡ് പോക്കറ്റ്, പഴംപൊരി, കട്ട്ലറ്റ്, പപ്സ്, എഗ് പഫാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ അവരും വാങ്ങിച്ചു. അവർ അതും ചായയും കഴിക്കും. ഇത്രയും സ്നാക്സ് വാങ്ങിച്ചിരിക്കുന്ന അവർക്ക് നമ്മുടെ കപ്പയും മീൻകറിയും കണ്ടപ്പം പുച്ഛം. പിന്നെ നമ്മളെ ഇതൊന്നും ബാധിക്കാത്തതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കപ്പയും മീൻകറിയും എല്ലാം കൂടെ ഇട്ട് കുഴച്ച് അങ്ങോട്ട് സുന്ദരമായിട്ട് ഞാനങ്ങോട്ട് കഴിച്ചു. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കൂടെ ആയപ്പം പെർഫെക്റ്റ് കോമ്പിനേഷനായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല. അവർക്ക് വേണമെന്ന് പോലും ഞാൻ സത്യം പറഞ്ഞാൽ ചോദിച്ചില്ല. അതേപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ റെസിപ്പി എനിക്കൂടെ അയച്ചു തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീട്ടിലെ മറ്റുള്ളവർ കഴിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നവരോടാണ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരെന്ത് പറയും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ കളയാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.